നീന്തനാകാരം നമ്മളൊരു ട്രൈ ചെയ്തേനെ. ഹായ് ഗായ്സ്, എന്നാ പറയാനാ, ഇന്ന് നൈറ്റ് ഡ്യൂട്ടി തന്നെയായിരുന്നു. ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. നേഴ്സുമാരൊക്കെ കൂടെ അവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വീട്ടിൽ പോകാനുള്ള തിരക്കിലാണ്. എന്നെ ഒന്ന് റിലീവ് ചെയ്യാൻ ആരും വന്നതുമില്ല. നൈറ്റ് ഫുള്ള് തിരക്കായിരുന്നു, കണ്ടമാനം തിരക്കുണ്ടായിരുന്നു. അത് കൂടുതലും ചെസ്റ്റ് പെയിനാന്ന് പറഞ്ഞു വരും. ECG എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഗ്യാസിൻ്റെ ഇഞ്ചക്ഷൻ കൊടുത്തു, മരുന്നും കൊടുത്തു. വെളുപ്പിനെയായി. അടുത്തയാൾ വന്നാലേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഇന്ന് നമ്മൾ നേരെ മൈസൂർക്ക് പോകും. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. മൈസൂരിലേക്ക് പോകുന്ന വഴി കണ്ടാണിത്. ഇത് എന്താന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. മൈസൂർ വന്ന മെക്ഡൊണാൾഡ്സ് അത് നിർബന്ധ. മൈസൂരിൽ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മലമുകളിൽ ഒരു ഗോപുരം കണ്ട് കണ്ടപ്പോൾ കൊള്ളാമല്ലോ എന്നോ ഒന്ന് പോയി നോക്കാം. അപ്പോൾ വഴി നോക്കിയപ്പോഴത്തേക്കിനോ ഇതിലേ കയറി അതിലേ കയറി ഇങ്ങനെ കയറി അങ്ങനെ കയറിയൊക്കെ വേണം പോകാനായിട്ട്. നമ്മൾ വിടുക. ഇടയ്ക്ക് വെച്ച് വഴി തെറ്റി. പക്ഷെ നല്ലൊരു ഇതിൽ നീന്തനാകാരം നമ്മളൊരു ട്രൈ ചെയ്തേനെ. ആകെ ഒരു ട്രൈ ഉള്ളു. എന്തിനാ പറയുന്നത് കളയുന്നത്? ഒരു ചെറിയ വഴി കിട്ടി. അങ്ങനെ മലമുകളിൽ കണ്ടത് ഒരു ഗണപതി ക്ഷേത്രമായിരുന്നു. പല്ല് തേക്കാത്തത് കൊണ്ടും കുളിക്കാത്തത് കൊണ്ടും ഞാൻ അകത്ത് കയറിയില്ല ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. ഇപ്പം നമ്മൾ ഏത്തപ്പഴം കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ഈ ഏത്തപ്പഴം കർണാടകക്കാർക്ക് ഏത്തപ്പഴം എന്നുള്ളൊരു വിഭവം ഉണ്ടെന്ന് തന്നെ അവർക്ക് അറിയില്ല. ഇത് ഒരു മലയാളി കടയിൽ അവർ മലയാള നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനമാണിത്. അതുകൊണ്ട് തന്നെ വില ഇച്ചിരി കൂടുതലാണ്.